എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരന്നു കിടക്കുന്ന വിശാലമായ കായലിൻ്റെ മധ്യത്തിലൂടെ നീന്തി നടക്കുവാനും പച്ചപ്പ് പടർത്തി നിൽക്കുന്ന കണ്ടൽ വൃക്ഷ തണലിലൂടെ കായലിൻ്റെ ഒറ്റ നടുക്കുകൂടെ നടക്കുവാനും മനോഹരമായ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് ബോട്ട് യാത്ര നടത്തുവാനും കായൽ കാറ്റ് ആസ്വദിച്ച് കായലിൻ്റെ നടുക്ക് നിന്ന് നാടൻ ഭക്ഷണ വിഭവങ്ങളുടെ രുചി നുകരുവാനും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മനോഹരമായ ദ്വീപാണ് സാമ്പ്രാണിക്കോടി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രണ്ടാമത്തെ കായലായ അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ ദ്വീപാണ് സാമ്പ്രാണിക്കോടി. പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ കപ്പലുകളെ സാമ്പ്രാണി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഈ സ്ഥലം സാമ്പ്രാണിക്കോടി എന്നറിയപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലൊന്നാണ് സാമ്പ്രാണിക്കോടി. കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. സമൃദ്ധമായ കണ്ടൽക്കാടുകൾ, കായലിനു നടുവിൽ പച്ചപ്പിൻ്റെ തുരുത്തും തണലുമേകുന്ന കാഴ്ച നമുക്കിവിടെ അനുഭവവേദ്യമാണ്. കായലിൻ്റെ നടുവിലൂടെ നീന്തി നടന്ന് നാടൻ ഭക്ഷണ വിഭവങ്ങൾ രുചിച്ചു നോക്കുവാനുള്ള അവസരവും ഇവിടെയുണ്ട്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്നും നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്ന് അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗത്ത് രൂപം കൊണ്ട തുരുത്താണിത്. ഇന്നത്തെ നമ്മുടെ യാത്ര സാമ്പ്രാണിക്കോടിയിലേക്കാണ്. കായലിന് നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കോടിയിലെ പ്രധാന ആകർഷണം. കക്കകൾ, മത്സ്യങ്ങൾ, ആൽഗകൾ, പക്ഷികൾ എന്നിവ ഉൾപ്പെടുന്ന സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ദൃശ്യഭംഗി കൂടി ആസ്വദിക്കാൻ പറ്റിയൊരിടം കൂടിയാണിത്. ഒരേ സമയം 100 പേർക്ക് മാത്രമേ ഈ തുരുത്തിലേക്ക് പ്രവേശനമുള്ളൂ. DTPC നിലവിലെ നിർദ്ദേശമനുസരിച്ച് പ്രാക്കുളം, കുരീപ്പുഴ ബോട്ട് ജെട്ടി, മൺറോ തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബോട്ട് സർവീസുകളിലൂടെ ആളുകളെ സാമ്പ്രാണിക്കോടിയിലേക്ക് എത്തിക്കുന്നു. തൃക്കരുവ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടിയാണ്. ഇവിടെ ഒട്ടനവധി വഴിയോര കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ദ്വീപിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം. അതിനായി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. ഇവിടെ നിന്നും ഒരാൾക്ക് 150 രൂപ എന്ന നിരക്കിലാണ് നമുക്ക് ടിക്കറ്റ് ലഭിക്കുന്നത്. ദ്വീപിലേക്കുള്ള സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചെരുപ്പ് കരയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ചെരുപ്പ് വേണമെങ്കിൽ നമ്മുടെ കാലിൽ ധരിച്ചുകൊണ്ട് പോകാം. നമ്മൾ വെള്ളത്തിലിറങ്ങി നീന്തുമ്പോൾ ചെരുപ്പ് അഥവാ ഒഴുകിപ്പോവുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ നമുക്കുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടുവാനായിട്ട് ശ്രദ്ധിക്കണം. 8 പ്രധാന ശാഖകളുള്ള കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ശുദ്ധജല തടാകത്തിലേക്കുള്ള കവാടമെന്നും ഈ കായലിനെ വിശേഷിപ്പിക്കാറുണ്ട്. കായലിലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ബോട്ട് യാത്ര കൂടിയാണിത്. അങ്ങനെ നമ്മൾ ദ്വീപിൻ്റെ അടുത്തേക്ക് എത്തി. ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് ഇറങ്ങാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ജെട്ടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ജെട്ടിയിൽ നിന്നിറങ്ങി ആഴം കുറഞ്ഞ വെള്ളത്തിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കോടി ദ്വീപിലെത്തിയിട്ടുണ്ട്.
ഇനി നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. കായലിൻ്റെ നടുവിൽ തന്നെ നമുക്ക് വിവിധതരം നാടൻ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയുണ്ട്. ദാ ഇവിടെ ഒരു ചേച്ചി മാങ്ങ, തണ്ണിമത്തൻ, പൈനാപ്പിൾ ഇവയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൽ ഉപ്പ്, മുളകൊക്കെ ഇട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാത്രത്തിന് 50 രൂപയാണ് ചാർജായിട്ട് ഉള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കണ്ടൽക്കാടുകളാണ്. അപ്പം നമുക്ക് കണ്ടൽക്കാടുകളെ അടുത്ത് കണ്ടുകൊണ്ട് അവയ്ക്കിടയിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരം ഇവിടെയുണ്ട്. കണ്ടൽക്കാടിൻ്റെ തണലിൽ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ വിസ്തൃതമായ ഈ കായലിൻ്റെ നടുവിലും ഒരുപാട് കച്ചവടങ്ങളൊക്കെ പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നാടൻ ഭക്ഷണ വിഭവങ്ങളും ശീതളപാനീയങ്ങളുമൊക്കെ തന്നെ കായലിൻ്റെ നടുവിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് അവയുടെ രുചി ആസ്വദിക്കാവുന്നതാണ്. സഞ്ചാരികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇവിടെ ഗാർഡ്സിനെ നിയമിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ നമ്മളും ഇവിടുന്ന് മാങ്ങ, മുളകൊക്കെ ഇട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് സാമ്പ്രാണിക്കോടി സന്ദർശനത്തിലൂടെ ലഭിച്ചത്. ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ സാമ്പ്രാണിക്കോടി വിസിറ്റ് ചെയ്തത്. ഇപ്പോൾ സമയം വൈകുന്നേരം ഏകദേശം 3:30 മണിയേ ആകുന്നുള്ളൂ. എന്നാൽ കൂടിയും മഴയുടെ ഒരു കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഡ്സ് പറഞ്ഞിട്ട് നമ്മൾ ദ്വീപിൽ നിന്നും തിരിച്ച് കരയിലേക്ക് വരികയാണ്.
അങ്ങനെ നമ്മൾ തിരികെ കരയിലേക്കെത്തി. സാമ്പ്രാണിക്കോടി ജെട്ടിയിൽ തന്നെ നമുക്ക് ഒരു നാടൻ ചായ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു നല്ല കടയുണ്ട്. സാമ്പ്രാണിക്കോടി ജെട്ടിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന തമ്പി ടീ ഷോപ്പാണത്. കടുപ്പത്തിലൊരു നാടൻ ചായ കുടിക്കാനാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവിടേക്ക് പോകാം. ചായ കൂടാതെ ഇവിടെ കാപ്പിയും അതുപോലെ തന്നെ മറ്റ് പൊരിച്ച പലഹാരങ്ങളുമൊക്കെ ലഭ്യമാണ്. കൂടാതെ ഇവിടെ പലഹാരങ്ങളൊക്കെ പൊരിച്ച് ഒരു ട്രേയിലേക്ക് മാറ്റി അതിൽ വാഴയിലയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ അതിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മളിവിടുന്ന് ഒരു ചൂട് ചായയും പരിപ്പുവടയും കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നു. അലങ്കാര മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ അവിടെ നിന്ന് മീനുകളെയൊക്കെ വാങ്ങി. കൂടാതെ സാമ്പ്രാണിക്കോടി ജെട്ടിയുടെ സമീപത്തായിട്ട് പേ ആൻഡ് യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും അതുപോലെ വാഷ്റൂമും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അഷ്ടമുടിക്കായലിലെ മനോഹരമായിട്ടുള്ള ദ്വീപ് കണ്ട് വിശാലമായ കായൽ പരപ്പിലൂടെ നീന്തി നടന്ന് ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ തുടരുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.